മോർണിംഗ്. ഞങ്ങൾ സോൻമാർഗിലേക്ക് പോവുകയാണ്. സോൻമാർഗിൽ ഞങ്ങൾ ഒരു സാരി ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാരി കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പിന്നെ അവിടെ അധികം സ്നോ ഇല്ലാന്നാണ് കേട്ടത്. കുറച്ച് ട്രക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്നോ പോയിന്റിൽ ഒരു ഗ്ലേഷ്യർ സൈഡിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകുന്ന നോക്കണം. പിന്നെ മെയിൻ ഉദ്ദേശം സാരി കൊടുത്തിട്ടുള്ള റീൽസ് തന്നെയാണ്. പിന്നെ അവിടെ കുറച്ച് സ്നോ ആക്ടിവിറ്റീസ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടെ. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ശ്രീനഗറിൽ തന്നെയുള്ള ലേക്കിൻ്റെ ആ ഒരു ഏരിയ തന്നെയുള്ള ഒരു സ്റ്റേയിലായിരുന്നു. അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല ക്ലൈമറ്റൊക്കെ നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം നല്ല ഗ്രാൻഡ് ആയിരുന്നു ഫുഡ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും കയ്യിലെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പോകുന്ന ഏരിയയിലൊക്കെ സാധനങ്ങൾക്കൊക്കെ അവർ തോന്നുന്ന പൈസ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരുന്നപ്പോഴേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അതെല്ലാം ഓരോരോ കവറിലാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് കഴിക്കും. പിന്നെ അപ്പോൾ ഇനി ബാക്കി സോനമാർഗിൽ നിന്നുള്ള വീഡിയോസ് കാണാം. നമ്മൾ പോകാൻ പോകുന്നത് ഈ മലയ്ക്ക് അപ്പുറത്തേക്കാട്ടോ. ആ കാണുന്ന മഞ്ഞുമലേൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് സോനമാർഗിലേക്കുള്ള ടണൽ എൻട്രി കേട്ടോ. 6.5 കിലോമീറ്ററാണ് ഈ ടണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ശരിക്കും 2 വേ ലൈനാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വലിയ ടണലാട്ടോ. സോൻമാർഗിലേക്കുള്ള മെയിൻ എൻട്രി ആട്ടോ ഇത്. സോനമാർഗ് ടണൽ എൻട്രി ആണേ. നമ്മളിപ്പം നേരെ സോനമാർഗിലേക്കാണ് പോകുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആട്ടോ. ഇതാണ് സോനമാർഗിലേക്കുള്ള ആ ടണലിന് ഉൾഭാഗം കേട്ടോ ഈ കാണുന്നത്. മൊത്തം 6.5 കിലോമീറ്ററിന് മേലെ ഉണ്ട് കേട്ടോ ഈ ടണലിൻ്റെ നീളം. ശരിക്കും ആ സ്നോ ഉള്ള ടൈമിലാണ് എന്നുണ്ടെങ്കിൽ ഈ ടണൽ കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന ആ ഒരു എൻട്രി എന്ന് പറഞ്ഞത് ഭയങ്കര രസമായിരിക്കും. ഫുൾ മഞ്ഞായിരിക്കും ടണൽ കഴിഞ്ഞാൽ. ആ ടണൽ കഴിഞ്ഞ് വന്ന് കാണുന്നത് നമ്മൾ ഈ ഒരു മലയും ആ ഒരു ഗ്ലേഷ്യർ പോയിൻറ്റും ആട്ടോ. കണ്ടോ, ആ മഞ്ഞിങ്ങനെ ഒഴുകി വരുന്ന പോലുള്ള ഒരു സംഭവം കണ്ടോ. അതാണ് ശരിക്കും ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഗ്ലേഷ്യർ മഞ്ഞ് ഒഴുകി വരുന്ന സ്ഥലം. അതിൻ്റെ ചോട്ടിലേക്കൊക്കെ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ആ ഒരു ഗ്ലേഷ്യർ പോയിൻറ്റിലേക്ക് ട്രക്കിങ്ങിന് പോയി. ഞങ്ങൾ ഈ കാണുന്ന ഒരു സ്നോ ഏരിയയിലൊക്കെ കുറേ റീൽസും കാര്യങ്ങളും കുറേ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഞങ്ങൾ നിന്നു. പിന്നെ വിഷു ആയിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വിഷു ഷൂട്ടും ചെയ്തു കേട്ടോ. എല്ലാവരും ഇങ്ങനെ കൃഷ്ണൻ്റെ പ്രതിമയും ആ വിഷുക്കണീൻ്റെ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഷൂട്ടുകളൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ബോളിവുഡ് ഡ്രീമായിട്ടുള്ള കുറച്ച് പാട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നേരം അതിനും സമയം കണ്ടെത്തി. ഞാൻ ആക്ടിവിറ്റീസിനൊന്നും പോയില്ല. കാരണം നമ്മൾ ചന്ദൻവാരി പോയപ്പോഴത്തേനും അത്യാവശ്യം നമ്മൾ സ്നോയിൽ കളിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഈ പാട്ടും കാര്യങ്ങളും ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നല്ല എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു ഷൂട്ട്. കണ്ടോ, ഞാൻ സ്നോ റീലൊക്കെ എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല വെയിലാണ്. ജാക്കറ്റോ സംഗതികളോ ഒന്നും വേണ്ട. ഞാൻ ജസ്റ്റ് അടിയിൽ തെർമലിട്ടായിരുന്നു തണുത്താലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിൻ്റെ പോലും ആവശ്യമില്ല. സോക്സ് ഇട്ടിട്ടാണ് ഷൂസ് ഇട്ടേ. അപ്പോൾ സോക്സിനകത്തിരുന്ന് കാല് വേവാണ് കേട്ടോ ശരിക്കും. അപ്പോൾ പകൽ ഇങ്ങോട്ട് വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ വേണ്ട. നമ്മൾ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. പിന്നെ തെർമൽസ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ നിങ്ങൾ ഈവനിങ് ടൈമിലാണ്, നല്ല ഈവനിങ്ങിലാണ് തിരിച്ച് പോകുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം തെർമലകത്ത് ഇട്ടാൽ മതി. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്, സ്ലഡ്ജിങ് ഉണ്ട്, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അത് വേണ്ടവർക്ക് അത് ചെയ്യാം. ഇല്ല, ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്ക് അതെടുക്കാം. എവിടെ നോക്കിയാലും ഫ്രെയിമുകളാണ്, എവിടെ നോക്കിയാലും ഫ്രെയിംസ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും ഓരോ തരം മലകളാണ്. ഇവിടെ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ ഭാഗം ഈ ഭാഗത്ത് വേറൊരു രീതി. ശരിക്കും നമ്മൾ ഒരുപാട് വേറെ സ്ഥലത്തു നിന്ന് എടുത്ത പോലെ തോന്നും. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ സോനമാർഗ്. അടിപൊളിയാണ്. റീൽസ് എടുത്ത് തരാനൊക്കെ ഒരുപാട് ചെക്കന്മാരുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് പ്രൊഫഷണലായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ നമ്മൾ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ നല്ല റേറ്റാണ് പറയുക. കാരണം ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവർ തോന്നുന്ന പൈസയാണ് പറയുക. എന്താ പറയുക,
300, 400 അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, ശരിക്കും നമ്മൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ നടന്നു വരുമ്പോഴത്തേനും മുകളിൽ വേറൊരു മല ഇങ്ങനെ എന്താ പറയുക വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. അത് നമ്മൾ കുറേ അങ്ങ് നടന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുവേ. എല്ലാ ഫ്രെയിമുകളിലും നിന്ന് ഞങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. കണ്ടോ, ഈ മലയാണ് ഭയങ്കര രസമാട്ടോ. ഇതിൻ്റെ ചോട്ടിലേക്കാണ് ട്രക്ക് ചെയ്തിട്ട് കുതിര സവാരിയൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. ഒരു ഗ്ലേഷ്യർ ഉണ്ട് അതിൻ്റെ താഴെ. അവിടെയൊക്കെ കുറച്ച് ആൾക്കാർ പോയി നമ്മുടെ കൂട്ടത്തിലുള്ള. ഞാനങ്ങോട്ട് പോയില്ല. ഞങ്ങൾ ഇങ്ങനെ റീൽസൊക്കെ എടുത്ത് തകർത്തു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സോനമാർഗിൽ നിന്ന് തിരിച്ചു പോരുവാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ, ഭയങ്കര വെയിലാണ്. പിന്നെ അത്യാവശ്യം നല്ല ആളുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ സോനമാർഗിനോട് വിട പറയുകയാണ്. ഞങ്ങളിനി നേരെ ശ്രീനഗറിലേക്കാണ് പോകുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഹസ്രത് ബാൽ എന്ന് പറഞ്ഞിട്ട് ശ്രീനഗറിലുള്ളൊരു പള്ളിയാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. സന്ധ്യയായി, പക്ഷേ ജസ്റ്റ് ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദേവാലയമാണ് ഇവിടുത്തെ. മുഹമ്മദ് നബിയുടെ മുടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുറ്റത്തൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നിറച്ചും കിളികളുടെ സൗണ്ടാണ്. അപ്പുറം ദാലിലേക്കാണ്. നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. മസ്ജിദിൻ്റെ കോമ്പൗണ്ട് തന്നെയാണിത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി ഹോട്ടലിൽ പോയി. ഞങ്ങൾ കാശ്മീരിൽ വന്നിട്ട് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയാലും ഒരു സ്ട്രീറ്റ് വോക്ക്, നൈറ്റ് ടൈമിൽ ഒരു സ്ട്രീറ്റ് വോക്കിന് പോകണ്ടായിരുന്നില്ല. കുറച്ച് ടൈംസൊക്കെ നടന്നായിരുന്നു. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് കാശ്മീരിൽ. അപ്പോൾ വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ നല്ല വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല, കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാശ്മീർ നല്ല പശ്മിന സിൽക്കിൻ്റെ ക്ലോത്തിലുള്ള സാധനങ്ങൾ, അങ്ങനെ കാശ്മീരി ട്രഡീഷണൽ വെയർ ടൈപ്പ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് വാങ്ങിയില്ല, പക്ഷെ ചുമ്മാ നടന്നു. നല്ല രസമാണ്. ഇങ്ങനെ സ്ട്രീറ്റ് ഇങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ. ഒരുപാട് കടകളും ഷോപ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ട്. ഞങ്ങളിതാ കാശ്മീരി ഡ്രസ്സ് കിട്ടുന്ന ഒരു കടയിലൊക്കെ വന്നു കേട്ടോ. ഇത് ഭയങ്കര പ്യുവറായിട്ടുള്ള ഒരു ഈ മെറ്റീരിയൽ പഷ്മിന സിൽക്ക് സാരി. ഇത് ഭയങ്കര പ്യുവറാട്ടോ. 5000 ആണ് അതിൻ്റെ റേറ്റ്. പുള്ളി കുറയ്ക്കൂല എന്ന് പറഞ്ഞു. അത് പ്യുവറാണ്, ആ റേറ്റ് തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര രസമായിട്ടത് കാണാൻ. ഇത് 2000 സംതിങ്ങിൻ്റെ ആണ്. ഇതൊരു സോഫ്റ്റ് സിൽക്ക്. നല്ല മെറ്റീരിയലും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സാധനങ്ങളുണ്ട്. പൈസ ഉണ്ടെങ്കിൽ എന്തും വാങ്ങിച്ചിട്ട് പോകാം. അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്രിൻ്റ് സാധനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ എനിക്കറിയില്ല, ഭയങ്കര പൈസ ആയിരിക്കും ഇതിനൊക്കെ. ഞങ്ങളങ്ങനെ സ്ട്രീറ്റ് വോക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കയറി പോകാൻ തോന്നുന്നില്ല ശരിക്കും. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. പക്ഷെ എന്നാലും രസമുണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാൻ. അങ്ങനെ ലാസ്റ്റ് ഡേ ആണ് കാശ്മീരിൽ. രാവിലെ തന്നെ ഞങ്ങൾ ജാമിയ മസ്ജിദ് കാണാൻ പോയി. നല്ല രസമായിട്ട് ഒരുപാട് പ്രാവുകൾ അവിടെയുണ്ട്. ഒത്തിരി സിനിമകളിൽ ലൊക്കേഷനായിട്ട് നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രാവുകൾ, എണ്ണിയാ തീരാത്തത്ര പ്രാവുകൾ അവിടെയുണ്ട്. നല്ലൊരു പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമാണ് കേട്ടോ കാശ്മീരിൽ. ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ഥലം. നല്ല രസമായിരുന്നു കേട്ടോ. പൂന്തോട്ടം, ഇത് അവിടെ ആ ഒരു മുറ്റത്തുള്ള പൂക്കളാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കാശ്മീരിൽ തിരിച്ച് പോവുകയാണ് ശ്രീനഗർ എയർപോർട്ടിൽ. എയർപോർട്ട് ടെർമിനലാണ് കാണുന്നത്. നമ്മൾ തിരിച്ച് പോവുകയാണ്. ലഗേജുണ്ട്, ഭയങ്കര ചെക്കിംഗ് ആണ്. അപ്പോൾ ഒരു ചെക്കിങ് ഇപ്പോൾ കഴിഞ്ഞു, ഇനിയും ചെക്കിംഗ് ഉണ്ട്. 1-2 വരെ ബാഗ് ഫുൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന പറഞ്ഞു കേട്ടെ. അപ്പോൾ ഇങ്ങനെ നടക്കുവാണ് ട്രോളിയും ഉന്തിക്കൊണ്ട്. അമ്മോ ഭയങ്കര റഷാണ്. ഓൾറെഡി ഫ്ലൈറ്റ് ഡിലേ ആണ്. ഇനി എന്താവും അറിയത്തില്ല. ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആണ്. ഇനി ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് എങ്ങനെയാവും എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂ നിൽക്കുവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാട്ടോ എയർപോർട്ടിൽ ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. ഞങ്ങൾ നല്ല വിശപ്പുണ്ട്. പിന്നെ ഒരു ബർഗർ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തു. കഴിച്ചിട്ട് ടേസ്റ്റ് എന്താണെന്ന് പറയാം കേട്ടോ. കണ്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മണമൊക്കെയാണ്. കഴിച്ചു നോക്കട്ടെ.
ഞങ്ങൾ പിന്നെ ബർഗർ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. ബർഗർ ടേസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ വാവൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, നോർമൽ ബർഗർ. പിന്നെ ഒരു മിറിണ്ട വാങ്ങി, പൈസ 350. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് സമയം ഡിലേ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ കറങ്ങി നടക്കുക തന്നെ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ നല്ല ചൂടാ. പിന്നെ നമ്മൾ ഇനി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ, അത് ഞാനൊരു പിന്നെ ഒരു ഇത് തന്നെ ഇടാം, ഒരു വീഡിയോ അതിനായിട്ട് തന്നെ ഇടാം. എന്തൊക്കെ കൊണ്ടുവരണം ഈ ഒരു ക്ലൈമറ്റിൽ, ഈ ഒരു ടൈമിൽ വരുന്നവർ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് ഞാനൊരു വീഡിയോ തന്നെ ഇടാം കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും കാശ്മീർ, നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നവർക്ക്, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ. കാശ്മീർ ഭയങ്കര തണുപ്പ്, മഞ്ഞുള്ള സ്ഥലം. ഊട്ടി പോകുമ്പോൾ ഭയങ്കര തണുപ്പല്ലേ, അവിടെ മഞ്ഞ് പോലും ഇല്ലാഞ്ഞിട്ട് അത്രയും തണുപ്പ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ കാശ്മീർ മഞ്ഞല്ലേ, മലേൻ്റെ ഒക്കെ മുകളിൽ മഞ്ഞല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിലെന്തുണ്ടാവുക, ആ മഞ്ഞത്ത് നമ്മളെങ്ങനെയാണ്, ഭയങ്കര തണുപ്പായിരിക്കില്ലേ, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും പോലെ കോഴിക്കോടിനേക്കാളും ചൂടായിരുന്നു ആക്ച്വലി. നമ്മൾ ഡേ ടൈമിൽ എവിടെ പോകുമ്പോഴും ഭയങ്കര ചൂടും ഭയങ്കര വെയിൽ, സ്വെറ്റർ പോലും നമ്മൾ ഭയങ്കര വിയർക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ക്ലൈമറ്റ് ഇവിടെ. പിന്നെ ഒരു വൈകുന്നേരം ഒരു 5-5:15 5:00 കഴിയുമ്പോഴേ ചെറിയ കാറ്റൊക്കെ വന്നാൽ മാത്രമേ തണുപ്പുണ്ടാവുള്ളൂ. ഇല്ല കാറ്റും സംഗതികളും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നാൽ പോലും നമുക്ക് തണുക്കത്തില്ല. നൈറ്റിൽ നമ്മൾ താമസിക്കുന്ന റൂമിലാണെങ്കിൽ പോലും മാമറോ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും നമുക്ക് നല്ല സുഖമായിട്ട് നല്ല ഒരു നോർമൽ, നമ്മൾ ഒരു മഴക്കാലത്ത് നമ്മൾ വീട്ടിലെങ്ങനെ കിടക്കുന്നോ അതുപോലെ ആ ഒരു ഇതിലാട്ടോ. ശരിക്കും പറഞ്ഞാൽ വലിയ ജാക്കറ്റിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. സ്വെറ്റർ ജാക്കറ്റ് മതിയാവും ഈ ഒരു ടൈമിൽ വരുന്നവർക്ക്. വലിയ ജാക്കറ്റും കൊണ്ടൊന്നും നമ്മൾ ഈ വെയിറ്റും പൊക്കി ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഓക്കെ പറ്റത്തില്ല, ഭയങ്കര തണുപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഡെക്കാത്തലോണിൽ നിന്നും വാങ്ങേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അവിടുത്തെ സാധനങ്ങൾ അതേ ക്വാളിറ്റിയിലുള്ള സാധനമൊക്കെ ഇവിടെ 500, 400, 450 രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. ശരിക്കും അവിടെ നിന്ന് ഇതൊന്നും വാങ്ങിച്ചിട്ട് വരേണ്ട ഒരാവശ്യമേ ഇല്ല. പിന്നെ ഷൂസ് അത്യാവശ്യം നല്ലത് വാങ്ങിച്ചിട്ട് വരിക, കാരണം നമ്മൾ പോകുന്ന വഴികളെല്ലാം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. കാരണം കുറച്ച് ഈ പറഞ്ഞ മഞ്ഞും മഴയൊക്കെ വന്ന് എല്ലായിടത്തും ചെളിയും സംഭവങ്ങളൊക്കെ. അപ്പം നമ്മളുടെ ഷൂസ് നല്ലതായിരിക്കണം, സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലോർ ആയിരിക്കരുത്. കുറച്ചൊരു ഗ്രിപ്പുള്ള ടൈപ്പ് ഷൂസ്, അത്യാവശ്യം കവർ ചെയ്യുന്ന തരത്തിലുള്ള ഷൂസാണെങ്കിൽ അത്ര നല്ലത്. അങ്ങനെ ശ്രീനഗറിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയിരിക്കുക കേട്ടോ. എനിക്ക് കിട്ടിയ സീറ്റ് ഒന്നും പറയണ്ട, എമർജൻസി എക്സിറ്റിൻ്റെ അടുത്തുള്ളൊരു സീറ്റാണ്. എൻ്റെ അടുത്തുള്ള സീറ്റിൽ വേറെ ആളില്ല താനും, ഞാൻ ഒറ്റയ്ക്കായി പോയി ഗൈസ്. ശരിക്കും കാശ്മീരിലെ ഓരോ ഓർമ്മകളൊക്കെ ആയി വരയ്ക്ക് അങ്ങനെ ഇരുന്നു. ഞങ്ങൾക്ക് പോരുന്ന വഴിക്ക് നല്ല രീതിയിലൊരു ടർബുലൻസ് കിട്ടി കേട്ടോ. കാരണം ഞങ്ങൾ കയറുമ്പോൾ തന്നെ അവിടെ ക്ലൈമറ്റ് കുറച്ച് ബാഡായിരുന്നു, നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമുണ്ട് പോരുന്നതിന്. അങ്ങനെ കാശ്മീരിലെ മലനിരകളുടെ അവസാന വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ചു പോരുകയാണ്. ഡൽഹി എയർപോർട്ടിലേക്ക് ആണ് പോകുന്നത്, കണക്ഷൻ ഫ്ലൈറ്റ് തന്നെയാണ്. ഇനി ഡൽഹി എയർപോർട്ടിൽ കുറച്ച് ടൈം ഉണ്ട്, കാരണം ഫ്ലൈറ്റ് ഒരുപാട് ഡിലേ ആണ്. ഇനി ഡൽഹിയിൽ നിന്ന് എത്രത്തോളം ഡിലേ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഈ കാണുന്നത് ഡൽഹി എയർപോർട്ടാണ്, ഇൻഡിഗോയുടെ ടെർമിനലാണ്. അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ടർബുലൻസ് കിട്ടി. അയ്യോ, ഫ്ലൈറ്റ് ഇന്നിവിടുത്തെ ഒരൊറ്റ പോക്കാ, ഒരൊറ്റ കൊടുക്കും, എല്ലാവരും പേടിച്ചു പോയി. പിന്നെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഓൾറെഡി ശ്രീനഗറിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കോളുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവും ഉറപ്പ്, ഒരു മനസ്സിലുണ്ടായിരുന്നു ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് തന്നെ ഇരുന്നത്. പക്ഷേ ഇത്രയും പ്രതീക്ഷയില്ല, കാരണം ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ശ്രീനഗറിലേക്ക് പോയപ്പോൾ ഇതേപോലെ തന്നെ ക്ലൈമറ്റ് ശ്രീനഗറിലുണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരമല്ലേ ചെന്നിറങ്ങുന്നത്, അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത്ര പ്രശ്നമൊന്നുമില്ല, അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത് നല്ല രീതിയിലൊരു ഷെയ്ക്കും ഒരൊറ്റ പോക്കായിരുന്നു താഴത്തേട്ട്. നല്ല എല്ലാവരും പേടിച്ചു പോയി. അതൊരു എക്സ്പീരിയൻസ് അല്ലേ. അയ്യോ, എന്തായാലും ഈ ഒരു യാത്ര എക്സ്പീരിയൻസിൻ്റെ ഒരു കോലാഹലമായിരുന്നു. കൊള്ളാം. ശരി, ഇത് ഞങ്ങളുടെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ന്യൂറിനൊക്കെ പാസ് ചെയ്തു. ഇനി വീണ്ടും ചെക്കിങ് ഉണ്ട്. ശ്രീനഗറിൽ നിന്ന് 2 വട്ടമായിരുന്നു ചെക്കിങ്.
ഇനിയിപ്പം ഡൽഹിയിൽ നിന്ന് ചെക്കിങ് ഉണ്ട് വീണ്ടും. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് 7:30ക്കാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. എന്താവെന്ന് അറിയത്തില്ല, ഇനി ഡിലേ ആണെന്നാണ് പറഞ്ഞത്. അത് ഞങ്ങളുടെ ടൂർ മേറ്റ്സ് ആണ്. ഡൽഹി എയർപോർട്ടിൽ ചുമ്മാ ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്തായാലും എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് കഴിച്ചിരുന്നു, ഡൽഹിയിൽ വന്നു. ശ്രീനഗർ കുറച്ച് ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടെ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ നോക്കട്ടെ ഇവിടെ എന്താ വെറൈറ്റി ആയിട്ടുള്ള ഉള്ളതെന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് പേർക്ക് ഇവിടെ ലോഞ്ച് കാർഡ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ലോഞ്ച് കാർഡ് ഇല്ലാത്തവർ വേറെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഷോപ്പുകൾ അത് മുഴുവൻ ഫുഡ് കോർട്ടാണ്. സബ്വേ, മക്ഡൊണാൾഡ്സ്, അങ്ങനെ എല്ലാത്തരം ഇതുണ്ട് ഷോപ്പുകൾ. ഫുഡ് കോർട്ടിലുണ്ട്. എന്തും നമുക്ക് താഴെ മുഴുവൻ മറ്റ് പർച്ചേസിങ്ങിനുള്ള ഷോപ്പുകളും മുകളിൽ മുഴുവൻ ഫുഡ് കോർട്ടുകളുമാണ്. അപ്പോൾ ഞങ്ങൾ ഓരോന്നിലായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ഇതൊക്കെ ഒന്ന് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം. നോക്കട്ടെ. ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ബർഗർ വാങ്ങിച്ചു. കഴിക്കട്ടെ. ഞങ്ങൾ ഒപ്പീസിൽ നിന്നും കഴിച്ചു, അതുപോലെ മക്ഡൊണാൾഡ്സിൽ നിന്നും 2 സാധനം കഴിച്ചു കേട്ടോ. ഒപ്പീസിൽ നിന്നുള്ളത് ഭയങ്കര ഹെവി ആയിരുന്നു. ഹെവി ചിക്കൻ ബർഗർ കറങ്ങുന്നു തല. മക്ഡൊണാൾഡ്സ് ഇങ്ങനെ നോർമൽ ബർഗറാണ് വാങ്ങിച്ച്, കുഴപ്പമില്ല. ഇത് ഭയങ്കര റിച്ചായിരുന്നു ഓഫീസിലെ. ശരിക്കും തല കറങ്ങി ഗൈസ്. ഇനി ഞങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇങ്ങനെ ഡൽഹി എയർപോർട്ട് എത്ര വലുതാ, ഒരുപാട് നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഒരുപാട്. പിന്നെ എല്ലാം നല്ല കോസ്റ്റ്ലിയാണ് അവിടെ. പക്ഷേ എന്നാലും നമുക്ക് നടന്ന് കാണാൻ നല്ല രസമല്ലേ. ഇപ്പോഴൊക്കെയല്ലേ നമുക്കവിടെ കാണാൻ പറ്റുള്ളൂ. നമുക്കങ്ങനെ എപ്പോഴൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തൊന്നുമില്ലല്ലോ. ഇതുപോലെ ട്രിപ്പ് പോയപ്പോഴല്ലേ നമുക്ക് കാണാൻ പറ്റിയേ. നല്ല രസമുണ്ട്, നല്ല അറേഞ്ച്മെൻറ്റ്സ്, അടിപൊളി. ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം അതിൽ കൂടെ എല്ലാം നടന്ന് കണ്ടു കുറേ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് എത്തി. നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് ചെക്ക് ഇൻ ചെയ്യുകയാണ്. ആ ഒരു പാസേജ് ആട്ടോ കാണുന്നത്. അയ്യോ, ഞങ്ങൾ ക്ഷീണിച്ച് പോയി. കാരണം ഒരുപാട് നേരം ഡിലേ ആയിപ്പോയി ഞങ്ങളുടെ ഫ്ലൈറ്റ്. നല്ല ക്ഷീണമുണ്ട്. ഞങ്ങളവിടെ നാട്ടിലെത്തുമ്പോൾ എന്തായാലും പാതിരാത്രി കഴിയും. ശരിക്കും നല്ല ക്ഷീണമുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഫ്ലൈറ്റ് അങ്ങനെ നീങ്ങി തുടങ്ങി ഗൈസ്. ഡൽഹി എയർപോർട്ട് എത്ര വലിയ എയർപോർട്ടാണെന്ന് അറിയാമോ? ഭയങ്കര ട്രാഫിക്കാണ് ഡൽഹി എയർപോർട്ടിൽ. ഒരുപാട് ഫ്ലൈറ്റ് പിന്നെ പുറകെ ഇങ്ങനെ പോകുന്നത് കാണാം. ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ നല്ല സ്പീഡിൽ ഫ്ലൈറ്റ് എടുക്കുകയാണ്. കണ്ടോ, ഓരോ ഫ്ലൈറ്റുകൾ ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് മൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പുറം അങ്ങനെ കാശ്മീരിലെ ഓരോ ഓർമ്മകളും കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷം. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന 23-ാം തീയതിയാണ്. ഇന്നലെ, അതായത് 22-നാണ് പഹൽഗാമിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലത്ത് ഭീകരാക്രമണം ഉണ്ടായത്. ആ കാര്യമൊക്കെ ഞാനിങ്ങനെ ഓർക്കുക കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. ശരിക്കും ഞങ്ങൾ ജസ്റ്റ് നാരോ എസ്കേപ്പാണ്. ഒട്ടും പ്രതീക്ഷയിൽ അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിടെ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. കാശ്മീർ എത്ര മനോഹരമായൊരു ഭൂമിയാണ്. ആ ഭൂമി ഇത്രയും വലിയൊരു ഭീകരതയ്ക്ക് എന്താ പറയുക, അതിന് ഇരയായി എന്ന് അറിയുന്നത് കേൾക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ പോയ എല്ലാവരും ആ ഒരു ഷോക്കിലാണ്. അങ്ങനെ എൻ്റെ കാശ്മീർ യാത്രയുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്.